ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 14ാമത്തെ അധ്യായം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ 14ാമത്തെ അധ്യായം. 13ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ഭൗതിക പ്രകൃതിയെ കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും ശരീരത്തെ കുറിച്ചും ശരീരത്തിലിരിക്കുന്ന ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതിയെ കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും വിശദമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ വീണ്ടും ഒരു ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ അവിടെ 13ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13ാമത്തെ അധ്യായത്തില് 24ാമത്തെ ശ്ലോകം. ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി നസഭൂയോപി ജായതേ. ഏതൊരു വ്യക്തിയാണോ ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ കുറിച്ചും ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കിയത്, ആ വ്യക്തിക്ക് നിശ്ചയമായിട്ടും മോക്ഷം ലഭിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുകയാണ്. സർവഥാ വർത്തമാനമേ. ഇപ്പോൾ ഏത് ശരീരത്തിലാണെങ്കിലും, ഏത് ലോകത്തിലാണെങ്കിലും, ഏത് ശരീരത്തിലാണെങ്കിലും ഇത് മനസ്സിലാക്കിയ വ്യക്തിക്ക് പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, അതായത് ശരീരം, ജീവാത്മാവ്, പരമാത്മാവ്, ഈ ശരീരം ഇരിക്കുന്ന ഭൗതിക ലോകം, ഈ ഭൗതിക ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ത്രിഗുണങ്ങൾ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് വീണ്ടും ഒരു ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല, മോക്ഷം ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഭഗവാൻ അടുത്ത അധ്യായങ്ങളിൽ ഭൗതിക പ്രകൃതിയെ കുറിച്ചും ത്രിഗുണങ്ങളെ കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ ത്രിഗുണങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ത്രിഗുണങ്ങളാണ് ഒരു ജീവാത്മാവിനെ ഭൗതിക ലോകത്തിൽ ബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിൽ ബന്ധിക്കുന്നത്. ഭൗതിക ശരീരത്തിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ ഗുണത്തിലിരിക്കുമ്പോഴും ജീവാത്മാവ് വ്യത്യസ്ത രീതിയിലാണ് ബന്ധിക്കപ്പെടുന്നത്. ജീവാത്മാവിന് ഓരോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് ഓരോരോ സ്വഭാവങ്ങൾ നമ്മൾക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് ജ്ഞാനമുണ്ടാകും. രജോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് കർമ്മത്തിലായിരിക്കും താല്പര്യം. തമോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് അലസതയായിരിക്കും, ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗുണങ്ങളെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ച്, അഭ്യാസം അനുസരിച്ച് ഗുണങ്ങളെ മാറ്റാൻ സാധിക്കും. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ, ഈ മൂന്ന് ഗുണങ്ങളിലും നിൽക്കുകയല്ല വേണ്ടത്, ഈ 3 ഗുണങ്ങളെ അതിക്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിന്റെ പുറത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. 20ാമത്തെ ശ്ലോകത്തിൽ, കഴിഞ്ഞ അധ്യായത്തിൽ 14ാമത്തെ അധ്യായത്തിൽ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഗുണങ്ങൾ അതിക്രമിക്കാനാണ് പറയുന്നത്. ഗുണാൻ ഏതാൻ അതീത്യത്രീ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യു ജനാദുഃഖേർ വിമുക്തോ അമൃതമശ്നുതേ. അമൃതം ആസ്വദിക്കണമെങ്കിൽ,
മരിക്കാത്ത അവസ്ഥയിൽ ജീവാത്മാവിന് വീണ്ടും തിരിച്ചെത്തണമെങ്കിൽ ഈ ഗുണങ്ങളെ അതിക്രമിക്കുകയാണ് വേണ്ടത്. ഗുണങ്ങളിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. സത്വഗുണത്തിലാണെങ്കിൽ പോലും ബന്ധനമാണ്. സത്വേ സുഖം സഞ്ചയത്തെ, സുഖം കൊണ്ടാണ് സത്വഗുണം ബന്ധിക്കുന്നത്. സത്വഗുണത്തിലായതുകൊണ്ട് നമുക്ക് മോക്ഷം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഗുണങ്ങളെ അതിക്രമിക്കാൻ ഭഗവാൻ പറഞ്ഞു. ഓരോ ഗുണത്തിലിരിക്കുമ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഊർധം ഗച്ഛന്തി സത്വസ്ഥ, മധ്യേ വിഷ്ണന്തി രാജസ, ജഗന്യ ഗുണവൃത്തിസ്ഥോ അധോ ഗച്ഛന്തി താമസ. സത്യഗുണത്തിലിരുന്ന് മരിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. രജഗുണത്തിലിരുന്ന് ശരീരം വെടിയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും, മധ്യലോകത്തിലുണ്ടാവും. തമോഗുണത്തിലിരുന്നു കൊണ്ട് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടാണ് പോകുന്നത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അർജുനൻ ചോദിച്ചു, എങ്ങനെയാണ് ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നത്? അതിന്റെ മാർഗം എന്താണ് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ വ്യക്തമായിട്ടൊരു മാർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ത്രിഗുണങ്ങളെ അതിക്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് കിടക്കേണ്ടത്. എന്താണ് ഭഗവാൻ പറഞ്ഞിരുന്നത്? ഓർമ്മയിട്ടോ? എങ്ങനെയാണ് ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി, ഭഗവാനിൽ നിരന്തരമായ ഭക്തി ചെയ്യുക. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു 26ാമത്തെ ശ്ലോകത്തിൽ. മാംശയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ആരാണോ നിരന്തരമായിട്ട് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നത്, ഭക്തി സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന് നേരിട്ട് സേവനം ചെയ്യുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, രാജ്യം, സാഖ്യം, പാദസേവനം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭക്തി സേവനം നിരന്തരമായിട്ട്, മാംസയോ അവ്യഭിചാരേണ, നിരന്തരമായിട്ട്, ഏതെങ്കിലും ഒരു ദിവസമല്ല, ആഴ്ചയിൽ ഒരു ദിവസമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസണിലല്ല, നിരന്തരമായിട്ട് നിഷ്ഠയോടുകൂടി നിത്യേനാണ് ആരാണോ ഭക്തി സേവനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടും. സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ആ വ്യക്തിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിരന്തരം ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മുക്തി ലഭിക്കും. ഭക്തി സാധന ചെയ്താൽ മതി മുക്തി ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭക്തിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിൽ 15ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കാനുള്ളത്. ഈ അധ്യായത്തിലും കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് പ്രകൃതിയെ കുറിച്ചും പുരുഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ നേരിട്ട് ഭക്തി സേവനത്തെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ആളുകൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് വേദങ്ങളിൽ പറയുന്നത്? വേദങ്ങളിൽ എന്താണ് പറയുന്നത്? വേദങ്ങളിൽ നേരിട്ട് ഭക്തി സേവനം പറയുന്നുണ്ടോ? വേദങ്ങളിൽ ഒരുപാട് കർമ്മങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നവർ എവിടെയാണ് എത്തുന്നത്? നമ്മൾ വേദങ്ങൾ അനുസരിച്ചല്ലേ ജീവിക്കേണ്ടത്. വേദങ്ങളിൽ പറയുന്നതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഭക്തി മാത്രം മതിയോ? അതാണോ വേദങ്ങളിൽ പറയുന്നത്? അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. അതുകൊണ്ട് വേദത്തിന്റെ സാരം എന്താണ്, വേദങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഭൗതിക ലോകത്തിൽ നമ്മുടെ സ്ഥാനം, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതേപോലെ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ സ്ഥാനത്തെ കുറിച്ചും പറയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് വേദത്തിന്റെ എസൻസ് ആണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. 15ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. വളരെ ചെറിയ അധ്യായമാണ്. നമുക്ക് വായിക്കാൻ തുടങ്ങാം. ആദ്യത്തെ ശ്ലോകം ഭഗവാൻ തന്നെ പറയുന്നതാണ്. ശ്രീ ഭഗവാൻ വാച ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരഭയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിദ്.
രണ്ടാമത്തെ ശ്ലോകം അധശ്ചോർദ്ധം പ്രസിദ്ധ സസ്യശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രമാണാഃ അധശ്ച മൂലാൻ അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ രണ്ട് ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ രണ്ട് ശ്ലോകങ്ങളുടെയും ദർശനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഈ രണ്ട് ശ്ലോകം മാറി മാറി വായിക്കാം, കൂടുതൽ ഭാവാർത്ഥമുണ്ട്. ആദ്യത്തെ ശ്ലോകം വായിക്കുന്നു. ആദ്യത്തെ ശ്ലോകം ഞാൻ വായിച്ചോളാം പ്രഭുജി. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 15 പുരുഷോത്തമ യോഗം. ശ്രീ ഭഗവാനുവാച ഊർധമൂലമത ശാഖമശ്വതം പ്രാപുരവ്യയം ചന്ദാംസ്യസ്യ പർവാണി യസ്തം വേദസ്സ വേദവിത്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വതമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. ഭാവാർത്ഥം. ഭക്തിയോഗത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പ്രതിപാദിച്ചത് കേട്ട ഒരാൾ അപ്പോൾ വേദങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേക്കാം. വേദപഠനത്തിന്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുകയാണെന്ന് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. ഭൗതിക ബന്ധങ്ങളെയാണിവിടെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്കായി അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന് അതിരില്ല. ഇതിൽ ആസക്തരായവർക്ക് മോചനവുമില്ല. ആത്മോന്നതിയെ ലക്ഷ്യമാക്കുന്ന വേദസൂക്തങ്ങൾ ഇതിന്റെ ഇലകൾ എന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ഇതിന്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയുന്നു. വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അനശ്വരമെന്ന് പറയപ്പെടുന്ന ഈ മായാവൃക്ഷത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യനെ അതിൽ നിന്ന് മുക്തനാവാം. ഈ മോചനത്തിന്റെ പ്രക്രിയ എങ്ങനെ എന്ന് നോക്കാം. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുമുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ. ഭഗവത് സേവനമാണ് അവയിൽ അത്യുത്തമമെന്ന് 13-ാം അധ്യായം സ്പഷ്ടമാക്കുകയും ചെയ്തു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ആസക്തിയുമാണ് ഈ ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഭൗതിക ലോകത്തോടുള്ള ആകർഷണത്തെ ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ആദ്യമായി തന്നെ വിവരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിന്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ് അതിന്റെ ആരംഭം എന്ന് സാരം. അവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങളാകുന്ന ശാഖോപശാഖകളോടെ അത് വളർന്ന് വികസിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവസത്തകൾ ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ. വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കില്ല. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞുകൂടെ. ഒരു ജലാശയത്തിനരികിൽ പോയി നോക്കിയാൽ കാണാം. വേരുകൾ മുകളിലും കൊമ്പുകൾ താഴെയുമായിട്ടാണ് വെള്ളത്തിൽ നിഴലിക്കുന്നതെന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷഛായ വെള്ളത്തിൽ നിഴലിക്കുന്നത് പോലെ ആധ്യാത്മികമായ ആ വൃക്ഷത്തിന്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതികതയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ചു കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെ കാരണം. ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രന്ഥനം ചെയ്തറിയണം. എന്നാൽ അതിനോടുള്ള ബന്ധം ഛേദിച്ചു കളയാൻ കഴിയും. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഈ പ്രതിച്ഛായയ്ക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളതെന്തും ആത്മീയ ലോകത്തിലും ഉണ്ട്. വ്യക്തിശൂന്യവാദികൾ ബ്രഹ്മമാണ് ഈ ഭൗതിക ലോകത്തിന്റെ വേരെന്ന് പറയുന്നു. സാഖ്യ സിദ്ധാന്ത പ്രകാരം ആ വേരിൽ നിന്നാണ് പ്രകൃതിയും പുരുഷനും ത്രിഗുണങ്ങളും പഞ്ചമഹാഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും വഴിയെ ഉളവായത്. ഇങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിക്കുന്നു.
സർവാവിഷ്കാരങ്ങളുടെയും മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ ആ കേന്ദ്രത്തിന്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും 180 ഡിഗ്രി ഭൗതിക ലോകവും ആവണം. മേൽ കീഴായി മറഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് ഇതിലുള്ള വൈവിധ്യമത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും. അവിടെയുള്ളത് സത്യമാണെന്ന ഭേദമേയുള്ളൂ. ഭഗവാന്റെ ഭാഗ്യശക്തിയാണ് പ്രകൃതി. ഭഗവാൻ പുരുഷനും ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ഈ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷെ ഈ പ്രതിഫലനത്തിനു കാരണമായ ഉറവിടമെന്തോ അത് ശാശ്വതമാണ്. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഭൗതിക പ്രതിബിംബത്തെ മറച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറുത്തു നീക്കേണ്ട വിധം അറിയുന്നയാൾ എന്നർത്ഥം. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദോക്തങ്ങളായ യജ്ഞാദിക്രിയകളാൽ ആകൃഷ്ടനായവന് വൃക്ഷത്തിന്റെ അഴകുള്ള പച്ചിലകളാണ് ഭ്രമം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശമെന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ ശ്ലോകം കൂടി വായിച്ചു. സ്വപ്നമാതാജി വായിച്ചോളൂ. അധശ്ചോർദം പ്രസിദ്ധാ സസ്യ ശാഖാ ഗുണപ്രവൃത്താ വിഷയപ്രവാളാഃ അധശ്ച മൂലാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. വിവർത്തനം. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. ശീല പ്രഭാത് കി ജയ്. ഭാവാർത്ഥം. ഈ അരയാൽ വൃക്ഷത്തെ പറ്റിയുള്ള വിവരണം തുടരുന്നു. അതിന്റെ ശാഖകൾ എല്ലാ ദിക്കുകളിലേക്കും പടരുന്നുണ്ട്. കീഴ്ഭാഗത്ത് മനുഷ്യരും കുതിര, പശു, നായ, പൂച്ച മുതലായ ജീവികളും അധിവസിക്കുന്നു. താഴത്തെ ശാഖകളിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. മുകളിലെ ശാഖകളിലാണ് കുറെ കൂടി ഉയർന്ന നിലയിലുള്ള ജീവസത്തകളായ ദേവന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയ ഉന്നത ജീവി വർഗങ്ങളുടെ സ്ഥിതി. സാധാരണ വൃക്ഷത്തിന് പോഷണം കിട്ടുന്നത് വെള്ളത്തിലൂടെയാണ്. ഈ വൃക്ഷത്തിന് പോഷണം ലഭിക്കുന്നതാകട്ടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെയും. ചിലപ്പോൾ ഒരു ഭൂഭാഗം വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിയും മറ്റു ചിലപ്പോൾ കുതിർന്ന് പച്ചയായും കാണപ്പെടാം. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ചിലതിന്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് ഓരോരോ ജീവിവർഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ ചില്ലകൾ. പ്രകൃതിയിലെ ഓരോ ഗുണവും വെവ്വേറെ ഇന്ദ്രിയങ്ങളാണ് പോഷിപ്പിക്കുക. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ജീവികൾ വ്യത്യസ്ത വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ചെവി, മൂക്ക്, കണ്ണ് മുതലായ വിഷയാനുഭോപാദികൾ ശാഖാഗ്രഹങ്ങളത്രേ. ശബ്ദം, സ്പർശം, രൂപം തുടങ്ങിയവ ചില്ലകളും. പല വിധത്തിലുള്ള സുഖദുഃഖാനുഭവങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന രാഗദ്വേഷങ്ങളാണ് ഈ മഹാവൃക്ഷത്തിന്റെ താഴ്വേരുകൾ. എമ്പാടും പടർന്നു കിടക്കുന്ന ഈ വേരുകളിൽ നിന്നാണ് ആസ്തിക്യവും നിരീശ്വരവാദവും പ്രവണതകളായി വളരുന്നതെന്ന് പറയപ്പെടുന്നു. വൃക്ഷത്തിന്റെ അടിവേര് ബ്രഹ്മലോകത്തിലും മറ്റു വേരുകൾ മാനുഷിക ഗ്രഹവ്യൂഹങ്ങളിലുമാണ്. മനുഷ്യൻ ഉപരിലോകങ്ങളിൽ വെച്ച് പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് തന്റെ കർമ്മങ്ങളെ അഥവാ ഫലോദിഷ്ട പ്രവർത്തനങ്ങളെ ഉത്കർഷത്തിനായിക്കൊണ്ട് പുനരാരംഭിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യലോകം കർമ്മഭൂമി എന്ന് കരുതപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആദരവ്. ഹരേ കൃഷ്ണ. ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമ്മൾക്ക് മൊത്തം ഭൗതിക ലോകത്തിനെ കുറിച്ചുള്ള ഒരു ചിത്രം നൽകാൻ ശ്രമിക്കുന്നു. വേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഈ ഒരു ചിത്രം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. വേദങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ വേദത്തിന്റെ മുഴുവൻ സാരം മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിന്റെ ഒരു ചിത്രം മുഴുവനായിട്ട് മനസ്സിലാക്കുക. അതുവരെ ഈ മുഴുവൻ ഭൗതിക ലോകത്തിനെ കുറിച്ച്
ചിന്തിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിനകത്ത് തന്നെ സുഖമായിട്ട് ജീവിക്കാം, അതിനുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. പക്ഷെ വേദം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ ഒരു രൂപം മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്താണ്? ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാപുരമേയം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്തം വേദ സ വേദവിത്. വേദത്തിന്റെ സാരം മനസ്സിലാക്കിയ ഒരു വ്യക്തി വേദവിത് എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. വേദം പഠിക്കുന്നത് സാധാരണഗതിയിൽ ആളുകള് രണ്ട് വിധത്തിലാണ്. ഒന്ന് വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നതിന് വേണ്ടി, മറ്റൊന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്ത് സുഖമായിട്ട് സുഖസമൃദ്ധി അനുഭവിക്കുന്നതിനുണ്ട്. അപ്പൊ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദം പഠിക്കുന്നവർ അതിന്റെ ഉദ്ദേശം എന്താണ്, വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു വേദവിധി, വേദം മനസ്സിലാക്കിയ വ്യക്തിയായി മാറണം എന്നാണ്. കാരണം വേദങ്ങളുടെ ആദ്യ ഭാഗത്ത് നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് യജ്ഞങ്ങളുണ്ട്, ഫലോദിഷ്ട കർമ്മങ്ങളൊക്കെ ഉണ്ടാവും. യാമിമാം പുഷ്പിതാം വാചം പ്രപതന്തി അഭിപശ്ചിത വേദവാദരതാപാർത്ഥ നാന്യതസ്ഥിതിവാദികം എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വേദം വായിക്കുന്ന സമയത്ത് നമ്മൾ അതിലുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിലൊക്കെ ആകർഷണമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇന്ന ദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നെ ഫലങ്ങൾ കിട്ടും. സൂര്യനെ ആരാധിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടും. അല്ലെ, സരസ്വതി ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ വിദ്യ കിട്ടും. ചന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി സോമരസം ആസ്വദിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെ പെട്ടുപോയി വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളെ ബുദ്ധി കുറഞ്ഞ ആളുകളായിട്ട് നേരത്തെ തന്നെ ഭഗവാൻ പറയുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രപതന്തി അവിപശ്ചിത. ബുദ്ധി ഉറക്കാത്ത ആളുകളാണ് അങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ പെട്ടുപോകുന്നത്. യഥാർത്ഥ ബുദ്ധിയുള്ള ആള് ഇതൊക്കെ എന്തിനാണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഈ മുഴുവൻ വേദത്തിന്റെ ഉദ്ദേശം, വേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ആരെ കുറിച്ചാണ് അറിയേണ്ടത്, എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആത്യന്തികമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം, ഇതൊക്കെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് വേദവിത്ത് എന്ന് പറയുന്നത്. ആ വേദവിത്തായിട്ടുള്ള ആള് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാമുരവ്യം. ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തെ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. ഊർധമൂലം അധശാഖം, മുകളിലേക്ക് വേരുകളും താഴോട്ട് ചില്ലകളുമുള്ള ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട്, തലതിരിഞ്ഞ മരമായിട്ടാണ് ഈ മുഴുവൻ ഭൗതിക ലോകം എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകും. അപ്പൊ ഈ ലോകത്തിൽ ഉയർന്നു പോവുക, കൂടുതൽ ആസ്വദിക്കുക, കൂടുതൽ ഇന്ദ്രിയാസ്വാദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? യഥാർത്ഥത്തിൽ താഴോട്ടാണ്. അല്ലെ, ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വൃക്ഷം തന്നെ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് പോകുന്നതോറും എവിടേക്കാണ് യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത്? താഴോട്ടാണ് എത്തിച്ചേരുന്നത്. ഊർധമൂലം അധശാഖം എന്നൊരു വ്യക്തിക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭാതിൽ പറയുന്നത് വേദങ്ങളെ കുറിച്ചും വേദത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. വേദം മുഴുവൻ മനസ്സിലാക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഈ അധ്യായത്തിൽ പറയുന്നത്. ഭഗവാനെ മനസ്സിലാക്കാതെ വേദം പഠിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുന്നില്ല. വേദത്തിന്റെ ഉദ്ദേശം ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനെ മനസ്സിലാക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് വേദം രചിച്ചിട്ടുള്ളത് എന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. 15ാമത്തെ ശ്ലോകം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സർവസ്യ ചാഹം പ്രതിസന്നിവിഷ്ടോ മത്വസ്മൃതി ജ്ഞാനം ആപോഹനം ച വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം. യഥാർത്ഥത്തിൽ വേദങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയും
വേദങ്ങൾ മുഴുവൻ അറിയുന്ന വ്യക്തിയും വേദങ്ങളിലൂടെ നമ്മൾ അറിയേണ്ട വ്യക്തിയും ഭഗവാൻ തന്നെയാണ്. നേരത്തെ തന്നെ ജ്ഞേയമാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാത്മാവാണ് ജ്ഞേയം എന്ന് അർജുനൻ ജ്ഞാനം ജ്ഞേയം ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. എന്താണ് ജ്ഞേയം എന്ന് ചോദിച്ച സമയത്ത് പുരുഷന്മാരാണ്, ക്ഷേത്രജ്ഞന്മാരാണ് ജ്ഞേയം, പരമാത്മാവ് ആണ് ജ്ഞേയം എന്നുള്ള കാര്യം. പരമാത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത്. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ജ്ഞാനം, ആ പരമാത്മാവ് തന്നെയാണ് ജ്ഞേയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. വേദങ്ങളിലൂടെ വേദങ്ങൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ അറിയാതെ വേദപഠനം പൂർത്തിയാക്കുന്നില്ല. ഭഗവാൻ അറിയാൻ വേണ്ടിയിട്ടാണ് വേദങ്ങൾ രചിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. വേദേശ്വ സർവേർ അഹമേവ വേദ്യം. ഒരു വേദം മാത്രമല്ല, എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം അത് തന്നെയാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ആചാര്യന്മാർ വേദങ്ങൾ അനുസരിച്ച് ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ ഭഗവാനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ. എല്ലാ ആചാര്യന്മാരും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാനെ നമസ്കരിക്കാനും ഭഗവാനെ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആളുകൾ വ്യത്യസ്ത രീതിയിലാണ്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വേദേശ്ച സർവേ, എല്ലാ വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതും വേദം മനസ്സിലാക്കിയ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നതും ആരെക്കുറിച്ച് തന്നെയാണ്? ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ്, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ്. വേദേശ്ച സർവേ അഹമേവ വേദ്യോ, എന്നെ മാത്രമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വേദം മുഴുവൻ രചിച്ചിട്ടുള്ളത്. അപ്പൊ ഭഗവാനെ അറിയുക എന്നുള്ളതാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയുക എന്നുള്ളതാണ് വേദത്തിന്റെ ഉദ്ദേശം. ഭഗവാൻ അറിഞ്ഞാലേ മോക്ഷം കിട്ടുകയുള്ളൂ. ഭഗവാൻ അറിയാതെ മോക്ഷം കിട്ടുകയില്ല. അപ്പൊ ഭഗവാൻ അറിയുന്നതിന് വ്യത്യസ്ത പടികളുണ്ട്. ഒന്നുകിൽ ആളുകൾക്ക് പടികൾ കയറി വരാം, അല്ലെങ്കിൽ നേരിട്ട് ഭഗവാനെ കുറിച്ച് അറിയാം. അത് 13ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ജ്ഞാനം ലഭിക്കും എന്ന് 13ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പറയുന്നത്? ധ്യാനേനാത്മനി പശ്യന്തി, 25ാമത്തെ ശ്ലോകത്തിൽ, 13ാമത്തെ അധ്യായത്തില് 25ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ധ്യാനേനാത്മനി പശ്യന്തി കേചിതാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. ചില ആളുകൾക്ക് ജ്ഞാനം ലഭിക്കുന്നത് ധ്യാനത്തിലൂടെയാണ്, ചില ആളുകൾക്ക് സാഖ്യയോഗത്തിലൂടെയാണ്, ചില ആളുകൾക്ക് കർമ്മയോഗത്തിലൂടെയാണ് ജ്ഞാനം ലഭിക്കുന്നത്. പക്ഷെ നേരിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്യേ ദേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഭാസതേ ദേവി ജാതി തരം ദേവം ശ്രുതിപരായണ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗമാർഗങ്ങളിലൊന്നും പോകാൻ സാധിക്കാത്തവർക്കും നേരിട്ട് ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതേ ഫലം ലഭിക്കും. ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. മറ്റു മാർഗങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപാട് ജന്മത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ജന്മത്തിലൂടെയാണ് നമ്മുടെ ജ്ഞാനം പൂർത്തിയാകുന്നത്. പൂർത്തിയാകുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് മനസ്സിലാക്കും? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനത്തെ ജ്ഞാനമാണ്, വേദാന്തം. ഏറ്റവും അവസാനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്താണ്? ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഭഗവാനെ കുറിച്ച്? വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവനാണ് എല്ലാറ്റിന്റെയും കാരണം, മൂലകാരണം, സർവകാരണ കാരണം. ബ്രഹ്മാവിനത് മനസ്സിലായി. ബ്രഹ്മാവ് 1000 വർഷം 1000 യുഗങ്ങള് തപസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് സൃഷ്ടി തുടങ്ങുന്നതിന്റെ മുന്നേ.
എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്ത സമയത്ത് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 1000 യുഗങ്ങള് തപസ് ചെയ്തതിനു ശേഷം ഭഗവാനെ കുറിച്ച് മനസ്സിലായി. ഭഗവാൻ പ്രത്യക്ഷനായി ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ബ്രഹ്മാവിന് കൊടുത്തു. തേനെ ബ്രഹ്മരഥ ആദികവയെ സൂര്യയാണ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ബ്രഹ്മാവിന് ഹൃദയത്തിൽ ജ്ഞാനം നൽകി. ആ ജ്ഞാനം ലഭിച്ച സമയത്താണ് ബ്രഹ്മാവ് പറയുന്നത് എന്ത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിനാദി ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാറ്റിന്റെയും കാരണം. ഒരുപാട് ഈശ്വരന്മാരുണ്ട്, അവരുടെ ഒക്കെ കാരണം, മൂല കാരണം ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുന്നതാണ് വേദത്തിന്റെ ഉദ്ദേശം എന്നിവിടെ ഈ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വേദങ്ങളിലൂടെ നമുക്ക് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഭഗവാനെ കുറിച്ച് അറിഞ്ഞവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചും അറിവുണ്ടാകും. അവർ വീണ്ടും വേദം പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എല്ലാ പ്രകൃതിയെ കുറിച്ചും ഓട്ടോമാറ്റിക് ആയിട്ട് ജ്ഞാനം ഉണ്ടാവും. അതും ഭഗവാൻ പറയുന്നുണ്ട്. യാവാൻ അർത്ഥ ഉതപാനെ സർവത സംപ്ലതോദകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. നേരിട്ട് ഭഗവാനെ കുറിച്ച് അറിയുന്ന വ്യക്തിക്ക് പിന്നെ വേദങ്ങൾ ഓരോന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏതുപോലെയാണ്? വലിയൊരു ജലാശയം, ഒരു വലിയ തടാകം സ്വന്തമായിട്ടുള്ള വ്യക്തിക്ക് ഓരോ ആവശ്യത്തിനും ഓരോ കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആവശ്യങ്ങളും അതുകൊണ്ട് തന്നെ നിറവേറും. അതുപോലെ നേരിട്ട് ഭഗവാന്റെ ഭക്തിയെ കുറിച്ച് മനസ്സിലാക്കി ഭക്തി ചെയ്യുന്ന വ്യക്തികൾക്ക് വീണ്ടും വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. യസ്മിൻ വിജ്ഞാതേ സർവമേദം വിജ്ഞാനം ഭവതി വിജ്ഞാതം ഭവതി എന്ന് വേദത്തിൽ പറയുന്നു. ഏതും തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നവനായിട്ട് മാറും. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ചും അറിയാൻ സാധിക്കും. ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ മുഴുവൻ ഭൗതിക ലോകം ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരഭയം ഛന്ദാംസി യസ്യ പർണാനി യസ്ത്വം വേദ സവേദവിദ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഇലകളാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ വേദങ്ങൾ നമ്മളെ യഥാർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മോക്ഷം നൽകുന്നില്ല. വേദങ്ങൾ ഈ ലോകത്ത് തന്നെ കിടന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. ഏവം ത്രയീധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധേ. വേദങ്ങളിലെ 3 കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ, ഈ തലതിരിഞ്ഞ വൃക്ഷമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏവം ത്രയീധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ധർമ്മം. 3 ധർമ്മം ഏതൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം. ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ത്രൈഗുണ്യ വിഷയ വേദ. വേദത്തിലെ വിഷയം എന്താണ്? ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളാണ് അധികം ത്രൈഗുണ്യ വിഷയ വേദ. അപ്പം അത് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിൽ ഈ ഭൗതിക വൃക്ഷത്തിൽ, തലതിരിഞ്ഞിട്ടുള്ള ഭൗതിക വൃക്ഷത്തിൽ ചുറ്റിക്കറങ്ങാനാണ് സഹായിക്കുന്നത്. ഗതാഗതം കാമകാമാലബന്ധം. അപ്പൊ വൃക്ഷം എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. ശീലപ്രഭാതൻ വിശദീകരിക്കുന്നുണ്ട്. ബ്രഹ്മലോകത്തിലാണ് അതിന്റെ വേരുള്ളത്. നമ്മൾക്കറിയാം ഈ മുഴുവൻ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലോകങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, 14 ലോകങ്ങളാണ്. അല്ലെങ്കിൽ ത്രിലോകങ്ങളായിട്ട് നമ്മൾ പറയും. 3 ലോകങ്ങൾ: സ്വർഗീയ ലോകങ്ങൾ, അതേപോലെ മധ്യലോകങ്ങൾ, താഴത്ത് അധോ ലോകങ്ങൾ. ഇങ്ങനെ 14 ലോകങ്ങളാണ്. അതിന്റെ ആ വൃക്ഷത്തിന്റെ ആ മുഴുവൻ ലോകത്തിനെയും ഒരു വൃക്ഷമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ഊർധമൂലം അധശാഖ. അപ്പൊ അതിന്റെ വേരെവിടെയാണെന്നാണ് പറയുന്നത്? വേര് ബ്രഹ്മലോകത്തിലാണ്. ബ്രഹ്മലോകമാണ് ഏറ്റവും ഉയർന്ന ലോകം. ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകം ബ്രഹ്മലോകമാണ്. അവിടുന്ന് താഴോട്ടാണ് അതിന്റെ തടി, അതിന്റെ പ്രധാന ഭാഗം. പിന്നീട് അതിൽ നിന്നുള്ള ശാഖകളൊക്കെ താഴോട്ടുള്ള ഭാഗമാണ്. അധശാഖം. ശാഖ താഴോട്ടാണ് പോകുന്നത്. അപ്പൊ ബ്രഹ്മലോകത്തിൽ നിന്നും തുടങ്ങി ബ്രഹ്മലോകത്തിന്റെ താഴെ ഗമലോക സത്യലോകം എന്നും പറയുന്നുണ്ട്. അതിന്റെ താഴെ
ജനലോകം, തപലോകം, മഹർലോകം, അതിന്റെ താഴെ സ്വർഗലോകം, അതിന്റെ താഴെ ഭൂവർലോകം, അതിന്റെ താഴെ ഭൂലോകം, അതിന്റെ താഴെ അതലം, വിതലം, സുതലം, മഹാതലം, രസാതലം, കലാതലം, പാതാളം എന്ന് പറഞ്ഞിട്ട് 7 ലോകങ്ങൾ. ഇതാണ് ഈ ഭൗതിക വൃക്ഷത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ലോകങ്ങൾ. അതിന്റെ ആ വൃക്ഷത്തിന്റെ ചില്ലയാണ് വേദം എന്ന് പറയുന്നത്. ഛന്ദാംസി യസ്യ വർണ്ണാന, ഛന്ദസ്, വേദങ്ങൾ, വേദമന്ത്രങ്ങൾ, ഇതൊക്കെ അതിന്റെ ഇലകളാണ്. അതെന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? മറ്റ് ലോകങ്ങളിലേക്ക്, ഈ ഭൗതിക ലോകത്തിലുള്ള വ്യത്യസ്ത ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ ജനിച്ചവർക്ക് ആഗ്രഹം ഉണ്ടാവണം, എനിക്ക് സ്വർഗത്ത് പോകണം, ഉയർന്ന ലോകത്ത് പോകണം. അപ്പൊ അതിന് സ്വർഗത്തിൽ പോകാനുള്ള മാർഗങ്ങളൊക്കെ വേദങ്ങളിലുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉയർന്ന ലോകത്തിലേക്ക് പോകാം. സാത്വികഗുണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ലോകത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ വായിച്ചു, ഊർധം ഗച്ഛന്തി സത്വസ്ഥ, സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ലോകത്തേക്ക്, സ്വർഗീയ ലോകം, ജനലോകം, മഹർലോകം, തപലോകം, ഇങ്ങനെയുള്ള ഉയർന്ന ലോകത്തിലേക്കൊക്കെ പോകാം. മധ്യതിഷ്ഠന്തി രാജസ, രജോ ഗുണമാണുള്ളതെങ്കിൽ മധ്യലോകത്തിലാണ് നിൽക്കുന്നത്. മധ്യലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവർലോകമോ ഭൂലോകമോ. ഉയർന്ന ലോകങ്ങളിൽ ദേവതമാരാണ് താമസിക്കുന്നത്. മധ്യലോകത്ത് താമസിക്കുന്നത് നമ്മൾ ഭൂലോകത്തിൽ മനുഷ്യന്മാരുണ്ട്, അതേപോലെ മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ട്. ഭൂവർലോകത്തിലാണെങ്കിൽ മനുഷ്യരെക്കാൾ ശക്തിയുള്ള രാക്ഷസന്മാര്, അതേപോലെ താഴ്ന്ന തരം ദേവന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, വിദ്യാധരന്മാര്, ചാരണന്മാര്, ഇങ്ങനെ പറഞ്ഞ് താഴ്ന്ന തരം ദേവന്മാര് താമസിക്കുന്നത് ഭൂവർലോകത്താണ്. ഭൂമണ്ഡലത്തിൽ, ഭൂലോകത്തിൽ മനുഷ്യന്മാരൊക്കെ താമസിക്കുന്നു. അതിന്റെ താഴെ ഉള്ള ലോകങ്ങളിൽ, അധോ ലോകങ്ങളിൽ, അതലം, വിതലം, സുതലം, മഹാതലം, രസാതലം, പാതാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോകങ്ങളിൽ ഭൂതപ്രേത പിശാചുക്കളൊക്കെ, രാക്ഷസന്മാരൊക്കെ ജീവിക്കും. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, രാക്ഷസന്മാര്. അതേപോലെ പാതാള ലോകങ്ങളിലും മഹാതലത്തിലും നാഗങ്ങളാണ്, സർപ്പങ്ങളാണ് ജീവിക്കുന്നത്. ഈ മുഴുവൻ ലോകത്തിനെ ചേർത്തിട്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേദങ്ങളിലെ കർമ്മകാണ്ഡം അനുസരിച്ച് കഴിഞ്ഞാൽ ഈ ലോകങ്ങളിൽ തന്നെയാണ് നമുക്ക് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുന്നത്. വേദവിത്താവണമെങ്കിൽ, മുഴുവൻ വേദത്തിന്റെയും സാരം അറിയണമെങ്കിൽ ഈ മുഴുവൻ ഭൗതിക ലോകത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഭൗതിക ലോകത്തിനെ കുറിച്ച് നമ്മൾക്ക് അറിയാൻ സാധിക്കണം. അതറിഞ്ഞവനാണ് വേദവിത്ത് എന്ന് പറഞ്ഞു. ശ്രീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്, ഈ വൃക്ഷത്തിനെ ഛേദിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ വേദവിത്ത് എന്ന് വിശദീകരിക്കുന്നത്. ഈ വൃക്ഷത്തിനെയും നമ്മൾ കടന്നു പോകണം, മറികടന്നു പോകണം. ഇതിനകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ജ്ഞാനം എന്ന് പറയും. അപ്പം ഈ മുഴുവൻ വേദങ്ങളും അനുസരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത്, ഈ വൃക്ഷത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അധശ്ചോർദം പ്രകൃത, അധശ്ചോർദം പ്രസിദ്ധ തസ്യശാഖ ഗുണപ്രവൃത വിഷയപ്രഭാന അധശ്ച മൂല്യാൻ അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യർ. ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുടുങ്ങി പോകും. ഓരോരോ കർമ്മങ്ങളിൽ പെട്ട് നമ്മളിവിടെ കുടുങ്ങി പോകുമെന്ന് പറയുന്നത്. ഇതിന്റെ പുറത്ത് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കർമാനുബന്ധീനി മനുഷ്യലോകേ അധശ്ചോർദം പ്രസിദ്ധ തസ്യശാഖ. താഴോട്ട് മുകളിലതിന് ശാഖകളുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം. ഏതിനനുസരിച്ച്? ഗുണപ്രവൃത്ത, ഗുണത്തിനനുസരിച്ച്. ഏത് ഗുണവുമായിട്ടാണോ നമ്മൾ ചേരുന്നത് അതിനനുസരിച്ച് താഴോട്ടോ മുകളിലോട്ടോ, അധശ്ചോർദം, മുകളിലേക്കോ താഴോട്ടൊക്കെ സഞ്ചരിക്കാം. എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ ഗുണവുമായിട്ട് ചേരുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? അല്ലെ, ഊർധം ഗച്ഛന്തി സത്വസ്ഥ, സത്വഗുണത്തിലുള്ളവര് ഉയർന്ന ലോകങ്ങളിലേക്ക്, സ്വർഗീയ ലോകം, അതിന്റെ ഉപരിയായിട്ടുള്ള ജനലോകം, മഹർലോകം, തപലോകം, സത്യലോകം, ഇങ്ങനെയുള്ള ആ ബ്രഹ്മഭുവനാലോകം, ബ്രഹ്മലോകം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ഉയർന്ന ലോകത്തിലേക്ക് പോകും. മധ്യേ തിഷ്ഠന്തി രാജസ, രജോ ഗുണത്തിലുള്ളവർ ഈ മധ്യലോകത്ത്, ഭൂലോകത്തിലും ഉപർലോകത്തിലും ഇരിക്കും. ജഗന്യ ഗുണവൃത്തിസ്തോ അതോ ഗച്ഛന്തി താമസ, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തമോ ഗുണത്തിൽ പെട്ടിട്ടുള്ളവര്
അധോഗച്ഛന്തി, താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകും. അധനം, വിതനം, സുതലം, മഹാതലം, രസാതലം, ഇങ്ങനെയുള്ള താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ താഴ്ന്ന ജീവികളായിട്ട് മാറും, മൃഗങ്ങളായിട്ട്, മൂഢയോനിഷു ജായതേ, മൃഗങ്ങളായിട്ട് ജനിക്കും. ഇതാണ് മുഴുവൻ ഒരു ജീവൻ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനെ ഛേദിച്ച് പുറത്തേക്ക് കിടക്കാനാണ് പറയുന്നത്. പുറത്തും ലോകമുണ്ട് എന്നാണ് ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നത്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശൂന്യതയല്ല. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്നറിയാണ്ട് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നത്. ഇത് മുഴുവൻ തലതിരിഞ്ഞതായിട്ട് കാണപ്പെടാൻ കാരണം യഥാർത്ഥ ലോകത്തിന്റെ ഒരു പ്രതിബിംബമാണ്, ഒരു തലതിരിഞ്ഞ രൂപമാണ് ഈ ഭൗതിക ലോകം എന്നുള്ളത്. അപ്പൊ യഥാർത്ഥ ലോകം വേറെയുണ്ട്. അത് 8ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ഭൂതഗ്രാമസേവായം ഭൂതാഭൂത പ്രലീയതേ, 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 8ാമത്തെ അധ്യായത്തില് 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭൂതഗ്രാമസേവായം ഭൂതാഭൂത പ്രലീയതേ. ഭൗതിക ലോകം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും വീണ്ടും നശിച്ചു പോകും. അതാണ് ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത. അതിന് നിലനിൽപ്പില്ല, അത് സ്ഥിരമല്ല. അത് ഈ ശ്ലോകത്തിന്റെ വിശദീകരണത്തിലും ശ്രീല പ്രഭാകർ പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമാണ്, ക്ഷണികമാണ്. ആത്മീയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമാണ്. അപ്പം അത് 8ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20ാമത്തെ ശ്ലോകത്തിൽ ആത്മീയ ലോകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? പരസ്തസ്മാത്തു ഭാവോ അന്യോ അവ്യക്തോ അവ്യക്താത് സനാതന യസ സർവേഷു ഭൂതേഷു നശ്യസ്തു ന വിനശ്യതി. ഭൗതിക ലോകം വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആത്മീയ ലോകം സനാതനമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. യസ സർവേഷു ഭൂതേഷു നശ്യസ്തു ന വിനശ്യതി. ഈ ഭൗതിക ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാലും ആ ലോകം, ആത്മീയ ലോകം ഒരിക്കലും നശിക്കുന്നില്ല. നശ്യസ്തു ന വിനശ്യതി. ഭൗതിക ലോകം മുഴുവൻ നശിച്ചാലും ആ ലോകം, ആത്മീയ ലോകം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അതാണ് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പം ആ ലോകത്തിന്റെ ഒരു തലതിരിഞ്ഞ ഛായയാണ്, പ്രതിബിംബമാണ് ഈ ഭൗതിക ലോകം. ഇങ്ങനെ നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതും തിരിച്ചറിയുന്ന വ്യക്തിയാണ് പണ്ഡിതൻ എന്ന് 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്തോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തസ്തനയോ തത്വദർശിഭി. യഥാർത്ഥ സത്യം മനസ്സിലാക്കിയവരാരാണ്? എന്തിനാണ് നിലനിൽപ്പുള്ളത്, എന്തിനാണ് നിലനിൽപ്പില്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് തത്വദർശി, സത്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അല്ലെ, ഏതാണ് ശ്ലോകം? 16ാമത്തെ ശ്ലോകം, 2ാമത്തെ അധ്യായത്തില് 16ാമത്തെ ശ്ലോകം. ന അസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോ തത്വദർശി. അപ്പൊ വേദങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതിനാണ് നിലനിൽപ്പുള്ളത്, ഏതാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്, ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയണം. അതിനാണ് ബുദ്ധി, വിവേചന ബുദ്ധി. അല്ല, ബുദ്ധിയുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് ഇത് നിലനിൽക്കാത്തതാണെന്നും അത് നിലനിൽക്കുന്നതാണെന്നും തിരിച്ചറിയാൻ സാധിക്കും. അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് തത്വദർശി, സത്യം മനസ്സിലാക്കിയ വ്യക്തി. അവർ തന്നെയാണ് വേദവിധി, വേദം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മുഴുവൻ ഭൗതിക ലോകം നിലനിൽക്കാത്തതാണ്, താൽക്കാലികമാണ്. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജന. ബ്രഹ്മലോകം മുതൽ പാതാള വരെയുള്ള ലോകങ്ങളിൽ നമ്മൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല, വീണ്ടും വീണ്ടും തിരിച്ചു വരണം എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് വേദവിദ് എന്ന് ഭഗവാൻ പറയുന്നത്. വേദവിദ്, വേദം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. ഭൗതിക ലോകം ഒരു തലതിരിഞ്ഞ വൃക്ഷമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കേണ്ടത്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആർക്കാണ് പുറത്തു കടക്കാൻ സാധിക്കുന്നത്, എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ പുറത്തു കടക്കേണ്ടത്, പുറത്തു കടക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഉള്ള ലോകത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, ആത്മീയ ലോകത്തിനെ കുറിച്ചും പറയും. ഭൗതിക ലോകത്തിൽ നിന്ന് അങ്ങനെ പുറത്തു കടക്കാം,
പുറത്തു കടന്ന ആത്മീയ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം.